ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന OTT സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ജിയോ ഹോട്ട്സ്റ്റാറിലെത്തിയ സീരീസിൽ നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി കിഷൻ ആൻഡ് ജമീല സലീം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സീരീസിൻ്റെ സംവിധായകൻ വിഷ്ണു രാഘവ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം അജു വർഗീസിനെയും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൻഡ് ജമീല സലീമിനെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വിഷ്ണു സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. കാരണം ഒരു സീരീസ് വന്ന് ഇപ്പോൾ അറിയാലോ, വിഷ്ണു സിനിമയിലുള്ള ആളാണ്. സിനിമ എങ്ങനെ ആളുകളെ അജു ഉണ്ടല്ലോ, അജുവിനെ കേൾക്കാമെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ സംവിധാനയിൽ തുടങ്ങിയാണ്. സിനിമ എങ്ങനെ ആളുകളെ പ്രശ്നക്കാരാക്കുന്നു, നമ്മുടെ യുവത്വത്തെ അല്ലെങ്കിൽ കൗമാരക്കാരെയൊക്കെ അക്രമത്തിലേക്ക് തള്ളിവിടുന്ന ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് നിങ്ങളൊരു രസമുള്ള കഥയുമായി സീരീസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സംവിധായകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എങ്ങനെ? നമസ്കാരം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു സ്വീകാര്യതയാണ് ഇപ്പോൾ സീരീസിന് എല്ലായിടത്തും ലഭിച്ചിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സീരീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ഒരു 6ാമത്തെ എപ്പിസോഡ് വരെ തീർക്കണമെന്നൊരു ചാലഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എല്ലാവരും ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിന് കണ്ടു തീർക്കുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീരീസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളതാണ് അടുത്ത എപ്പിസോഡിലേക്ക്. ഇപ്പോൾ ടക്കേന്ന് പറഞ്ഞ് പോകും, സ്കിപ്പ് ഇൻട്രോ ഒക്കെ അവർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ, നമ്മൾ റിമോട്ട് എടുക്കാതെ തന്നെ അടുത്ത എപ്പിസോഡിലേക്ക് OTT പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ കഥയും കൂടി അങ്ങനെ കൊണ്ടുപോവുക എന്നതാണ്. അപ്പോൾ അതിൽ അവസാനം ഡയലോഗ് പറഞ്ഞു, മിഥുനവും വരവേൽപ്പും ഒക്കെ ഒരുമിച്ച് സംഭവിച്ചു എന്ന പോലെ ഇങ്ങനത്തെ ജീവിതങ്ങളുണ്ട് അല്ലേ? ഇങ്ങനത്തെ ജീവിതങ്ങളുണ്ട്. അല്ലാതെ ഈ മറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥകൾ മാത്രമല്ല ലോകത്ത് സംഭവിക്കുന്നത്. നമ്മുടെ ചുറ്റും ഇങ്ങനെ കുറേ മനുഷ്യരും ഗൾഫിൽ നിന്ന് വീട് പണിയണമെന്ന മോഹവുമൊക്കെയായി നടക്കുന്ന കുറേ പേരുണ്ടെന്ന് വിഷ്ണുവിന് ചുറ്റുപാടും അനുഭവങ്ങളുണ്ടാവും, കൂട്ടുകാരൊക്കെ അങ്ങനെ ഉണ്ടാവും. എങ്ങനെയാണ് ഇങ്ങനൊരു കഥയിലേക്ക് വന്നത്? കഥയിലേക്ക് വന്നത് ഈ പറയുന്ന പോലെ ചുറ്റും ദുബായിലൊക്കെ പോയ സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അടുത്തടുത്ത് ചില അനുഭവങ്ങൾ കാണുകയും ആ ദിവസങ്ങളിൽ സംസാരിക്കുന്നിടയിൽ ഈ വരവേൽപ്പ്, മിഥുനം പോലെയുള്ള കഥകളുടെ ഫ്ലേവറുള്ള അതുപോലത്തെ സിനിമകൾ, അതൊക്കെ ഭയങ്കര ക്ലാസിക്കാണ്. പക്ഷെ അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇപ്പോൾ വരുന്നില്ല എന്ന് ചിന്തിച്ചപ്പോഴാണ്, സംസാരത്തിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കൺമുമ്പിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സിനിമയുണ്ട്, ഒരു കഥയുണ്ടെന്ന് കണ്ടെത്തി അതിനെ ഒരു തിരക്കഥയിലേക്ക് മാറ്റുമായിരുന്നു. ശരി, നമുക്കിനി അജു വർഗീസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ സീരീസിലുടനീളം ചെറിയൊരു അമ്മാവൻ തന്ത വൈബ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണോ എൻ്റെ കഥാപാത്രം, ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നിയിരുന്നു? എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഞാൻ ഭയങ്കര ഒട്ടും അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കലി അല്ലെങ്കിൽ അങ്ങനെ അല്ല. ഇപ്പോഴത്തെ പല ആസ്വാദന രീതികളിലൊക്കെ ഞാൻ ഭയങ്കര ഏലിയനേറ്റഡ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പപ്പൻ ഞാൻ വിഷ്ണു എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ ഒരു 10 മിനിറ്റിലാണ് വിഷ്ണു പപ്പനെ കുറിച്ച് പറഞ്ഞു, കഥയും പറഞ്ഞതും. ഞാൻ അപ്പൊ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞു, പപ്പൻ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് ഒരുപക്ഷെ കാലഹരണപ്പെട്ടേക്കാവുന്ന ഒരു സ്പീഷീസ് തന്നെയാണ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. പണ്ടൊക്കെ നമുക്കറിയാം 60കളിലും 70കളിലുള്ള സിനിമകളിൽ ഒരു പരിധി വരെ 80കളിൽ വരെ നമ്മളുടെ ചില അമ്മാവന്മാരുണ്ടായിരുന്നു. ഈ വന്നു കഴിഞ്ഞാൽ അധികാരം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ആ അമ്മാവന്മാർ ഇന്ന് സിനിമയിലും ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞു അല്ലെ. അതേപോലുള്ള ഒരു സ്പീഷീസ് ആണ് നെക്സ്റ്റ് ജനറേഷന്റെ അല്ലെങ്കിൽ മാറേണ്ട ഒരു സ്പീഷീസ് ആയിട്ടാണ് പപ്പന്മാരുള്ളത്. ആ പപ്പന്മാരുടെ ഒരു റൈറ്റ് റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഈ റോൾ എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യം ഈ ക്യാരക്ടറിന്റെ പേര് അനന്ത പത്മനാഭൻ എന്നായിരുന്നു. അങ്ങനെ ഞാൻ പത്മനാഭൻ സാറിന്റെ മകൻ അനന്ത പത്മനാഭൻ ചേട്ടനോട് ഇങ്ങനെ, അദ്ദേഹം ഹോട്ട്സ്റ്റാറിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ ഈ താങ്കളുടെ പേര് ഞാൻ ഈ കഥാപാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് താങ്കളുടെ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞത് നമുക്ക് പപ്പനെ പത്മരാജൻ എന്നുള്ളതാക്കി മാറ്റിയത്. അപ്പൊ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ റോളായിരുന്നു. ഒരു കാര്യമുണ്ട് ഇതിലിപ്പോൾ ഈ കസിൻസ് ബന്ധം ഒരുപക്ഷെ നമ്മുടെ സിനിമയിലും ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു സഹോദര ബന്ധങ്ങളെ കാണിക്കുക, അത് വളരെ രസമായിട്ട് ഇപ്പോൾ എന്തിനും ഏതിനും കൂടി എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഒരു കസിനെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിഷമങ്ങൾ പറയാനാണെങ്കിലും നമ്മുടെ കുരുത്തക്കേടുകൾക്കാണെങ്കിലും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരാളെങ്കിലും എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മുടെ ഒരു വലിയ കരുത്തുമാണ് എപ്പോഴും. അജുവിന് അങ്ങനെ പറയാനൊരു കസിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ അതും ആവാം. ഒപ്പം അതാണോ അജുവിനെ കുറച്ചുകൂടി ആകർഷിച്ചത്, നിങ്ങൾ ഈ നീരജുമായിട്ടുള്ളൊരു കെമിസ്ട്രിക്ക് കുറച്ച് രസമുണ്ടാക്കിയത്? നീരജായിട്ടുള്ള എൻ്റെ 8ാമത്തെ 9ാമത്തെ ചിത്രം വർക്ക് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നീരജിനോട് കുറെ നാളായി, ലവകുശയ്ക്ക് ശേഷം ഇപ്പോഴാണ്. അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പരിചയമുള്ളപ്പോൾ ആ ഇൻഹിബിഷൻസ് മാറും, നമുക്കൊരു ഇൻവിസിബിൾ കെമിസ്ട്രി ഫീൽ ചെയ്യും. അത് തീർച്ചയായിട്ടും നീരജിൽ നിന്ന് എനിക്ക്
മുന്നേയും ഈ പ്രാവശ്യം വളരെ അധികമായും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നീരജും ഈ 7 വർഷത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് പാറ്റേൺ മാറിയിട്ടുണ്ട്. അദ്ദേഹം എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിനിമകളും സെറ്റുകളും സ്വഭാവങ്ങളും ലൈക്ക് മറ്റു ഭാഷകളിൽ പോകുമ്പോൾ ഒരു പാറ്റേൺ ഒക്കെ വേറെയാണല്ലോ. അപ്പൊ അതെല്ലാം നീരജിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മ്യൂച്വൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റിങ് ഫാക്ടർ രണ്ടുപേരിലും ഇൻവിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവും ഞാൻ ഇതിനു മുന്നേ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്താണ് അവൻ നടനായിരിക്കുമ്പോൾ. അപ്പൊ അന്നോട്ടുള്ള സിനിമാ സ്വപ്നങ്ങൾ പറയുമ്പോൾ നമ്മളും അതിനോടൊപ്പം അവന്റെ സിനിമകൾ കാണാൻ എന്നാണ് ചെയ്യുന്നതെന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം മൊത്തത്തിൽ ഇത് വളരെ പരിചിതമായ വളരെ സൗഹൃദമുള്ള ഒരു സെറ്റായിരുന്നു. അത് ഇതിന്റെ വിഷ്വലൈസേഷൻ വന്ന് സിനിമ ഇന്ന് പൂർത്തിയായി കാണുമ്പം, വെബ് സീരീസ് പൂർത്തിയായി കാണുമ്പോൾ, അത് സ്ക്രീനിൽ കാണുമ്പം അതൊരു ഹ്യൂജ് ഫാക്ടറാണ് തമ്മിലുള്ള ഒരു ബന്ധം. ശരി, ഹിമ, ഈ സീരീസിലെ ഫെമിനിസ്റ്റ് കൂടി നമുക്കൊപ്പം ഉണ്ട്. ആൻഡ് ഇതിനു മുൻപും സീരീസിൽ അല്ലേ ജയ് മഹേന്ദ്രനിലൊക്കെ രസമുള്ള കഥാപാത്രമായി വന്നതാണ്. ഇതിലും തുടക്കം ഒരു രീതിയിൽ തുടങ്ങുന്നു അല്ലേ അവസാനം. ഞാൻ അതിൻ്റെ ഒരു സസ്പെൻസുകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല അജുവിൻ്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ. ആനും അതിൽ രസമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കഥാപാത്രങ്ങളെ ഒക്കെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് പ്രതീക്ഷിക്കാത്തതിനേക്കാളും ഭയങ്കര ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വേറൊരു ഭാഗ്യം. എങ്ങനെയുണ്ട് ഇപ്പോൾ? എനിക്ക് തോന്നുന്നു ഒരു 3-4 കഥാപാത്രങ്ങളാണ് ഈ സീരീസ് മൊത്തം നിൽക്കുന്നത്. പിന്നെ അച്ഛനമ്മ അങ്ങനെ കഥാപാത്രങ്ങൾ. പക്ഷെ നിങ്ങളിലാണ് ഇത് മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ നേരത്തെ വിഷ്ണു തന്നെ പറഞ്ഞ പോലെ ഈ 6 എപ്പിസോഡും പെട്ടെന്ന് തന്നെ ഒരു സിനിമ കാണുന്ന അതേ ഇതിൽ തന്നെ എല്ലാവരും കണ്ടു തീർക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ആനും എൻജോയ് ചെയ്തോ ഈ ലോ അണ്ടർ കൺസ്ട്രക്ഷൻ? ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് പ്രീമിയർ ഒരു 4 എപ്പിസോഡ് വെച്ചിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോ ഒരു നോർമൽ ഓഡിയൻസിനെ പോലെ തന്നെയാണ് ഞാനത് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് പോയിട്ട് വിഷ്ണുനോട് പറഞ്ഞിരുന്നു. അജു ചേട്ടന്റെ ആണെങ്കിലും ഗൗരി, വിനോദ് എന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും അച്ഛനമ്മമാരൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങള് തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുകയായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം. അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ നമ്മുടെ വർക്ക് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ അത് ഒരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം സീരീസ് ആണെങ്കിലും ഞങ്ങൾക്ക് തിയേറ്ററിൽ കുറച്ച് ചിരി കേൾക്കാൻ പറ്റി. ശരി, വിഷ്ണു, ഓർമ്മക്കൂട്ടിൽ തുടങ്ങിയതാണല്ലേ സിനിമയിലേക്കുള്ള വരവും. ഇപ്പോൾ സീരീസ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീരീസുകളാണ് ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലാത്തതാണ്. അപ്പോൾ ഇനി OTT-യിലേക്ക് കുറച്ച് ഗൗരവത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ, അതോ അടുത്ത സംരംഭം സിനിമയായിരിക്കും? അടുത്തത് സിനിമ തന്നെയാണ്, ഉറപ്പാണ്. കാര്യം ഈ OTT പറയുന്ന പോലെ വളരെ കംഫർട്ട് സോണാണ്. ഇതുപോലത്തെ റോം പോലത്തെ ഒരു സബ്ജക്റ്റ് ഒക്കെ തിയേറ്ററിൽ ഈ കാലത്ത് സത്യം പറഞ്ഞാൽ ഇറക്കാനുള്ളൊരു ധൈര്യമില്ല. അല്ല, ശരിയാണ്. അത് അജുവിന് അറിയായിരിക്കും അല്ലേ? ഇപ്പം ഇത്തരം കഥകൾ സിനിമയിൽ ആള് തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം വേണമെന്നൊരു പ്രതീതിയിലേക്ക് ഓഡിയൻസ് പോയിട്ടുണ്ട് അല്ലേ വിഷ്ണു? അതെ. ഈ നല്ല സിനിമയാണ് എന്ന പേര് കണ്ടാൽ പോലും എന്നാൽ അവർ ആൾക്കാർ ഉറപ്പിക്കും OTT വരുമ്പോൾ എന്തായാലും കാണണമെന്ന്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ വേറൊരു കാര്യം തോന്നിയത്, ഈ പറയുന്ന പോലെ OTT-യിൽ എത്ര അഭിപ്രായം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു കിക്കുണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തത് എന്തായാലും സിനിമ തന്നെയാണ്. അല്ല, ഇപ്പോൾ ജോണർ ഏതാണ് പിടിക്കുന്നത്? ഇപ്പോൾ വലിയ പ്രശ്നമാണ്. കാട്ടാളം എന്ന സിനിമയിൽ വയലൻസ് വേണോ വേണ്ടിയോ എന്ന് നിർമ്മാതാവ് ഒരു കാര്യം പറഞ്ഞു, സംവിധായകൻ പറയുന്നു അതിൽ മുഴുവൻ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ സിനിമാക്കാരെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ജോണറിലാണ് വിഷ്ണു പിടിക്കുന്നത്? അടുത്തത് ഒരു അല്പം ത്രില്ലർ സ്വഭാവമുള്ളൊരു ത്രില്ലർ ഡ്രാമയാണെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ തിയേറ്റർ സബ്ജക്റ്റ് തന്നെയാണത്. ചോര അധികം ചിന്തണ്ടാണ്, ചീത്തപ്പേര് കേൾക്കും. അജു, അവസാനമായി നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാനുള്ളതുകൊണ്ടാണ്. അജു, എങ്ങനെ ഇപ്പോൾ സിനിമ വയനാട്ടിലാണ് അല്ലേ ഷൂട്ട് നടക്കുന്നു, എങ്ങനെ പോകുന്നു? ഈ ചർച്ചകളും ഒക്കെ കാണുന്നുണ്ട്. ഒരു സിനിമാ പ്രവർത്തന എന്ന നിലയിൽ ഈ ചർച്ചകളോടുള്ള അജുവിൻ്റെ ഒരു അഭിപ്രായം കൂടെ കേട്ടാൽ നമുക്ക് അവസാനിപ്പിക്കാം. വയലൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞാനും കേട്ടു. എനിക്ക് കുട്ടേട്ടൻ പറഞ്ഞത് യോജിക്കുന്നു. ബിക്കോസ് സൊസൈറ്റിയുടെ റെപ്രസെന്റേഷൻ സിനിമയിൽ വരുള്ളൂ. സിനിമയിൽ സംഭവിക്കുന്നതിനേക്കാളും ജീവിതത്തിൽ സംഭവിക്കുന്നതിനേക്കാളും ചുറ്റുവട്ടം സംഭവിക്കുന്നതിനേക്കാളും വലിയ വയലൻസുകൾ സിനിമയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ സിനിമയിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ വെച്ച് ഒരു ഏജ് ബൗണ്ടറി വെച്ച് തരം തിരിച്ച് അതിനെ ഒരു എന്താ പറയാ ഒരു ഏജ് ഇത് വെച്ചിട്ട് നമുക്ക് സിനിമ തിയേറ്ററുകളിലേ പറ്റത്തുള്ളൂ. അത് OTT-യിൽ വരുമ്പോൾ പലപ്പോഴും പാരന്റ്സ് ലോക്ക് ചെയ്യാനൊക്കെ മറന്നുപോയി പിള്ളേർക്ക് ആക്സസ് കിട്ടും.
അത് കഴിഞ്ഞ് ഇത് OTT വരുന്ന കോണ്ടന്റ് കട്ട് ചെയ്ത് ക്ലിപ്സ് ആക്കി സോഷ്യൽ മീഡിയയിൽ ഇത് സ്പ്രെഡ് ചെയ്യും. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. അത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്താണെങ്കിലും എത്തും. അത് നമുക്ക് തടയാൻ പറ്റില്ല. ഇന്ത്യ പോലത്തെ ഒരു വലിയ മഹാരാജ്യത്ത് നമുക്ക് അതിനെ ഉള്ളൊരു റെസ്ട്രിക്ഷൻ വരുത്താൻ പറ്റില്ല. അപ്പൊ അതിന് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സിനിമയിൽ ഇതൊന്നും കാണിക്കാതിരുന്നു കൂടെ. ബിക്കോസ് സിനിമയിൽ നമുക്ക് ഒരു രീതിയിലും ഒരാളുടെ എന്താ പറയാ അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ പറ്റത്തില്ല. ആക്ച്വലി സിനിമയ്ക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊരു എന്താ പറയാ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഇച്ചിരി മയപ്പെടുത്തി കൂടെ എന്നുള്ളതേ പറ്റത്തുള്ളൂ. ഇതാണ് കാരണം. തിയേറ്ററിൽ മാത്രമേ നമുക്കിത് ഈ കുട്ടികളിൽ എത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി OTT-ലാണേലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പിള്ളേർക്ക് ഇപ്പൊ എത്ര നമ്മൾ മുതിർന്നവർ ശ്രദ്ധിച്ചാലും അവരുടെ കൈകളിലേക്ക് ഇത് എത്താൻ യഥേഷ്ടം വഴികളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ശരി അജു, പക്ഷേ ഇന്ന് ഇപ്പൊ ഈ വെബ് സീരീസ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഫിനോമിനൽ റെസ്പോൺസ് വരാനുള്ള ഒരു കാര്യം ഈ റീസൺ ഇപ്പൊ ഉണ്ടായെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഫാമിലി ആയിട്ട് എല്ലാരും പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോയിരുന്ന് കാണുവാൻ അവർക്ക് ചെറിയൊരു ഭയമുണ്ട്, എവിടെ എന്താ വരുന്നേന്ന്. അപ്പൊ ഇത് കണ്ടപ്പോ എല്ലാരും പറഞ്ഞു ആ ഭയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സമാധാനമായി. ബിക്കോസ് എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നൊരു ഫാമിലി വാച്ച് ഇന്ന് കുറെ കൂടി ആൾക്കാർ ആഗ്രഹിക്കുന്നു. അത് കുറച്ച് സിനിമകളിൽ കിട്ടാതിരുന്നതിന്റെയാ. വീട്ടിൽ ആ ഒരു എക്സ്പീരിയൻസ് നൽകാൻ കഴിയുന്നതിൽ നിങ്ങളുടെ സീരീസ് വിജയിക്കുന്നു എന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ കണ്ട നമുക്കും തോന്നി അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാനുള്ളതുകൊണ്ടാണ്. വളരെ നന്ദി വിഷ്ണു, തന്നെ ആൻഡ് എല്ലാവിധ ആശംസകളും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ പെട്ടെന്ന് വരട്ടെ. ഓക്കെ, താങ്ക് യു.